ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. ഇനി നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് വരും ദിനങ്ങളിൽ രാജ്യത്തിന് സമർപ്പിക്കാൻ രാജ്യത്തിലെ പ്രധാനമന്ത്രി നമ്മുടെ പോർട്ടിലേക്ക് എത്തുകയാണ്. അതോടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടും രാജ്യത്തിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആയി മാറുന്ന നമ്മുടെ പോർട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന പോർട്ടിൻ്റെ സൈഡിലുള്ള റോഡ് നമുക്ക് കാണാൻ സാധിക്കും. ഈ റോഡ് NH66 വരെ ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ ഈ പോർട്ട് മുതൽ NH66 അണ്ടർപാസ് വരെയുള്ള ലിങ്ക് റോഡിൻ്റെ രാത്രികാല വിഷ്വലാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാർഡ് ക്രെയിനുകളും കണ്ടെയ്നറുകളുമാണ്. അതിൽ റീഫർ കണ്ടെയ്നർ ഉൾപ്പെടും. നമുക്ക് ഈ വൈറ്റ് നിറത്തിൽ കാണുന്ന ചില കണ്ടെയ്നർ റീഫർ കണ്ടെയ്നറാണ്, പക്ഷേ ചിലതിൽ കണക്ഷൻ ഇല്ല. അതായത് ഇപ്പോൾ റീഫർ മെറ്റീരിയൽ ഇതിനകത്ത് ഉണ്ടാകില്ല. ഉണ്ടെങ്കിൽ റീഫർ കണ്ടെയ്നർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റാൻഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്റ്റാൻഡിലായിരിക്കും ചിലപ്പോൾ ഉള്ളത് ഹോൾഡ് ചെയ്യാറുള്ളത്. കാരണം റീഫർ കണ്ടെയ്നർ വെച്ചാൽ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ പ്രോഡക്റ്റുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാനും രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനും വേണ്ടിയാണ് റീഫർ കണ്ടെയ്നർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സൈഡിലായിട്ട് നമുക്ക് ലോറികൾ നമുക്ക് കാണാൻ, ട്രെയിലർ ലോറികൾ കണ്ടെയ്നർ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇങ്ങനെയും ഈ പറയുന്ന മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇന്ത്യ ആയിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും, അതായത് ലോകത്തിലെ പല ഭാഗത്തേക്കും കയറ്റി ഇറക്കുമതി ചെയ്യുന്നത് ആ പ്രോഡക്റ്റിൻ്റെ രീതി അനുസരിച്ചാണ്. കണ്ടെയ്നർ ഫോം ചെയ്യുകയാണ്. ഇപ്പോൾ 40 ഫീറ്റും 20 ഫീറ്റും എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കണ്ടെയ്നർ ആണെങ്കിലും ഒരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ആവശ്യമനുസരിച്ചാണ് ആ രൂപത്തിൽ ഡിസൈൻ ചെയ്ത് പോകുന്നത്. ആ കണ്ടെയ്നറാണ് നമുക്ക് റീച്ച് ട്രാക്കർ ക്രെയിനുകൾ ഉപയോഗിച്ച് നമ്മുടെ യാർഡിൻ്റെ സൈഡിലായിട്ടുള്ളത്. തൊട്ട് മുന്നേ നമ്മൾ റീച്ച് ട്രാക്കർ ക്രെയിനുകൾ എന്താണെന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും കണ്ടു കാണുന്നു പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ പ്ലേലിസ്റ്റിലുണ്ട്, കണ്ടു നോക്കുക. നമ്മുടെ യാർഡ് പോർഷൻ്റെ എൻഡ് ഭാഗത്തായി നമുക്ക് കാൻഡിലിവർ റൈൻ മൗണ്ട് ഗ്രാൻഡി ഗ്രാൻഡ് E05 നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനോഹരമായ നിമിഷമാണ്, അല്ലെങ്കിൽ മനോഹരമായ ക്രെയിനുകളെയാണ് ഇപ്പോൾ നമുക്ക് കൺമുന്നിൽ കാണാൻ സാധിക്കുന്നത്. മുന്നോട്ട് പോകും തോറും നമുക്കിനി മെയിൻ ഗേറ്റ് ഉൾപ്പെടെ ലിങ്ക് റോഡിലേക്കാണ് നമുക്ക് പോകുന്നത്. റോഡിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് LED ലൈറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കും. റോഡിൻ്റെ വശങ്ങളിലായിട്ട് കാണുന്ന നമ്മുടെ പോർട്ട് ലൈറ്റുകൾ വളരെ മനോഹരമായിട്ടുണ്ട്. LED ലൈറ്റുകളാണ്. അതുമാത്രമല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും ധാരാളം ലൈറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ധാരാളം പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ പോർട്ട്. ആ പ്രകാശം സ്പ്രെഡ് ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഇന്ത്യയെ നയിക്കുന്ന ഒരു പ്രകാശമായി മാറും. കാരണം ഈ പ്രകാശം നമ്മുടെ പോർട്ടിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗേറ്റ്വേക്ക് പ്രകാശം നൽകുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ ഉള്ള നമ്മുടെ സ്വന്തം വിഴിഞ്ഞം പോർട്ട്. ഇതാണ് നമ്മുടെ പോർട്ടിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഗേറ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ പലപ്പോഴായിട്ട്, അത് മെയിൻ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്തു നിന്നാണ് പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ഇവിടെ ഒരു റൗണ്ട് പോർഷൻ ഉണ്ട്, അവിടെ ഒരു ഹൈമാസ് ലൈറ്റുമുണ്ട്. ഹൈമാസ് ലൈറ്റ് വളരെ അധികം പ്രകാശമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നിന്നാണ് നമ്മുടെ NH66 വരെ നീളുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ വർക്കുകളുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ, അതായത് വർക്ക് തുടങ്ങിയിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രൂഫായിട്ട് 18ഓളം വീഡിയോ ആണ് ലിങ്ക് റോഡ് റിലേറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. പ്ലേലിസ്റ്റിലുണ്ട്. നമ്മുടെ ലിങ്ക് റോഡ് അപ്ഡേഷൻ എന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ റോഡിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും തുടക്കം മുതൽ ഇതുവരെ വളരെ ഫാസ്റ്റായിട്ടാണ് ആ റോഡിൻ്റെ വർക്കുകൾ പോകുന്നത്. ആ റോഡ് വർക്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ മുന്നിൽ കാണുന്ന പോർട്ടിൽ നിന്നുള്ള ഗേറ്റ് വേ കാർഗെ ഓപ്പൺ ചെയ്യാനായി സാധിക്കുകയുള്ളൂ. രാജ്യത്തിന് സമർപ്പിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് രാജ്യത്തിന് ഉടൻ തന്നെ സമർപ്പിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോർട്ടിലൂടെ പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളല്ല, റോഡിൻ്റെ ഇരുവശങ്ങളായിട്ട് ഞാനിപ്പോൾ പോകുന്നത് 4 വരി പാതയിലൂടെയാണ്. ആ സെൻട്രൽ പോർഷനിൽ ധാരാളം ലൈറ്റുകളുണ്ട്, ധാരാളം ചെടികളുമുണ്ട്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് വളരെ ദൂരെയായിട്ട് ഒരു ഹൈമാസ് ലൈറ്റ് കാണാൻ സാധിക്കും. ആ ഹൈമാസ് ലൈറ്റ് ഫിക്സ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ആ ഹൈമാസ് ലൈറ്റിൻ്റെ LED പ്രകാശമാണ്, അല്ലെങ്കിൽ LED ലൂമൻസ് ആണ്, ലൂമൻസ് ഇൻറ്റൻസിറ്റിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ലൈറ്റ് തന്നെയാണ്. ഇനി വളരെ ദൂരെയായിട്ടാണ് നമുക്കിനി കാണാൻ പോകുന്നത് നമ്മുടെ ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷൻ. നൈറ്റിൽ ഞാൻ ഇതുവരെയായിട്ട് വന്നിട്ടില്ല, നമുക്ക് നൈറ്റ് ഒന്ന് പോയി നോക്കാം. അതാ നമ്മുടെ ലിങ്ക് റോഡിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ് തുടങ്ങിയതായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോർട്ടിൻ്റെ അകത്തു നിന്നുള്ള റൗണ്ട് പോർഷൻ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ റോഡിന് ഇപ്പുറത്തായിട്ട്, അതായത് നമ്മുടെ ലിങ്ക് റോഡും നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റും കടന്നു പോകുന്നതിൻ്റെ ഇടയിലൂടെ മെയിൻ റോഡ് കടന്നു പോകുന്നുണ്ട്. മെയിൻ റോഡ് കഴിഞ്ഞിട്ടുള്ള പോർഷനാണിത്. ഇപ്പോൾ ധാരാളം ലോറികൾ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ റോഡിൻ്റെ ഇരുവശം സെൻട്രൽ പോർഷനിൽ ധാരാളം പ്രകാശ ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം LED ലൈറ്റുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പോസ്റ്റിൽ നിന്നുള്ള ലൈറ്റുകൾ, അതായത് ഈ പോസ്റ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ, കേബിളിൻ്റെ വർക്കുകൾ നടക്കുന്ന സമയത്തെല്ലാം നമ്മൾ 19 അപ്ഡേഷൻ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പകൽ സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കണക്ഷൻ കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലേലിസ്റ്റിലുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. ആദ്യമായിട്ടാണ് നമ്മൾ രാത്രിയിൽ ഇതിലൂടെ സഞ്ചരിക്കുന്നത്. രാത്രിയിൽ പോകുമ്പോഴാണ് എത്രത്തോളം LED ലൈറ്റുകളാണ് ഇതിൽ ഈ പറയുന്ന ഓണാക്കിയിട്ടുള്ളൂ എന്നറിയാൻ സാധിച്ചു. വളരെ മനോഹരമാണ്, ധാരാളം ലൈറ്റുകളുണ്ട്. അതുമാത്രമല്ല നല്ലൊരു പ്രകാശമാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന വണ്ടിയിൽ ഹെഡ്ലൈറ്റ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വളരെ അനായാസേന കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം പ്രകാശമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. പകൽ വെളിച്ചത്തിൽ നമ്മൾ ഈ വീഡിയോ കണ്ടുള്ളതാണ്, രാത്രിയിലാണ് കാണാത്തത്. ഇപ്പോൾ നമ്മൾ കണ്ട അവസാന ലൈറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈ ലൈറ്റ് വരെ, അതായത് നമ്മുടെ പോർട്ടിൻ്റെ റൗണ്ട് പോർഷൻ മുതൽ ഈ ലൈറ്റ് വരെ ഏകദേശം 1200 മീറ്ററാണുള്ളത്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ലൈറ്റുകളില്ല, അതുകൊണ്ട് നമുക്ക് ഹെഡ് ലൈറ്റ് ഓൺ ആക്കേണ്ടി വന്നു. കണ്ടോ, ഇതുവരെ 1200 മീറ്ററാണ്. ഇനിയാണ് ബാക്കിയുള്ള 500 മീറ്ററിൻ്റെ വർക്കുകളുള്ളത്. ഈ 500 മീറ്ററിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോർഷനിൽ, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യ ബ്രിഡ്ജിൽ നിന്നാണ് നമ്മൾ ഇനി അടുത്ത് സൈഡിലുള്ള ബൈ റോഡിലൂടെ പോകേണ്ടത്. ഈ പോർഷനിലെ വർക്ക് നടക്കുന്നുണ്ട്. ഈ പോർഷനിൽ ഇനി നടക്കുന്ന വർക്കുകൾ എനിക്ക് തോന്നുന്നു നമ്മൾ അവസാന അപ്ഡേഷൻ ഇട്ട് കുറച്ച് ദിവസങ്ങളായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അപ്ഡേഷൻ ഇടാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ, രാജ്യത്തിലെ പ്രധാനമന്ത്രി നമ്മുടെ പോർട്ടിലേക്ക് വരുന്നതിനാൽ നമുക്ക് പെർമിഷനോടെയാണ് നമ്മൾ പല വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെയല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്, ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ അപ്ഡേഷൻ എടുക്കുന്നത്. അപ്പോൾ അതിനാൽ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പെർമിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഡീറ്റെയിൽ അപ്ഡേഷനായി എടുക്കാനായി സാധിക്കും. എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. വളരെ ഫാസ്റ്റായിട്ടാണ് വർക്ക് പോകുന്നത്. എന്നാലും എല്ലാവർക്കും കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ആ പറയുന്ന ലിങ്ക് റോഡിൻ്റെ ഏറ്റവും മുകളിൽ ഡേ നൈറ്റാണ് വർക്ക് നടക്കുന്നത് എന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. കാരണം രാത്രി നമ്മൾ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ധാരാളം ലൈറ്റുകൾ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇൻ്റർലോക്കിൻ്റെ വർക്കുകളായിരിക്കാം നടക്കുന്നത്. ഫൈനൽ വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. കാരണം ഫസ്റ്റ് ബ്രിഡ്ജ് മുതൽ സെക്കൻഡ് ബ്രിഡ്ജ് വരെ ഫൈനൽ വർക്ക് ആയിരിക്കാം നടക്കുന്നത്. കാരണം അവിടെ പോയാലേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. കണ്ട, ധാരാളം ലൈറ്റുകൾ മുകളിലുണ്ട്. നമുക്ക് ഇറങ്ങാനായി സാധിക്കില്ല, നമുക്ക് മുന്നോട്ട് പോകാം. എത്രത്തോളമാണ് നമുക്ക് ഈ വണ്ടിയിലിരുന്ന് എത്രത്തോളമാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നോക്കാം. കാരണം പലർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എത്രത്തോളമാണെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. സ്ഥിരമായിട്ട് അപ്ഡേഷൻ ഉണ്ട്. ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകില്ല. അവർ ദയവ് ചെയ്ത് പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ട് നോക്കിയിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള രണ്ടാമത്തെ ബ്രിഡ്ജാണ് കാണാൻ സാധിക്കും. കേട്ടോ, രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ മുകളിലും ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് വരെ 1500 മീറ്ററാണ്. അത് തൊട്ട് മുന്നേ നമ്മൾ 1200 മീറ്ററിൻ്റെ ഒരു പോയിന്റ് കണ്ടായിരുന്നു. അതിനുശേഷം ഇതാ 300 മീറ്റർ കൂടി മാറി 1500 മീറ്ററാണ് ഈ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ളത്. ഈ ബ്രിഡ്ജ് മുതൽ നമ്മുടെ അണ്ടർപാസ് വരെയാണ് 200 മീറ്ററിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് നമ്മുടെ ഈ കാണുന്ന ഈ പോർഷൻ. എനിക്കൊന്ന് ബ്രിഡ്ജ് ഒരു 50 മീറ്റർ ആണെങ്കിൽ ഇനി നിലവിലൊരു 150 മീറ്ററിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നടക്കും. കാരണം അതിനാവശ്യമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഹെവി എക്യുപ്മെൻറ്റ്സ് എല്ലാം വന്നിരിക്കുന്നു. അവിടെയും നമുക്ക് ലൈറ്റ് തെളിഞ്ഞായിട്ട് കാണാൻ സാധിക്കും. വളരെ ദൂരെയായിട്ട് നമുക്ക് അണ്ടർപാസ് കാണാൻ സാധിക്കും. ഇതാ നമ്മുടെ NH66 അണ്ടർപാസാണ് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹെവി എക്യുപ്മെൻറ്റ്സ് എല്ലാം എത്തിയിരിക്കുന്നു. വളരെ ഫാസ്റ്റായിട്ടായിരിക്കും. എനിക്കൊന്ന് 1-2 മാസം കൊണ്ട് അതിന് മുന്നേ തന്നെ വർക്ക് കംപ്ലീറ്റ് ആവും. ഇതാ നമുക്ക് അണ്ടർപാസ് കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ അണ്ടർപാസ് വഴിയാണ് ടെമ്പററി ആയിട്ട് നമ്മുടെ പോർട്ടിൽ നിന്നുള്ള ഗേറ്റ് വേ തുറന്നു കഴിഞ്ഞാൽ കണ്ടെയ്നർ ലോറി പാസ് ചെയ്ത് പോകുന്നത്. ഫ്രണ്ട്സ്,
നമ്മുടെ പോർട്ട് മുതൽ NH66 വരെ ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡിൻ്റെ രാത്രികാല വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറുള്ള ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടിൻ്റെ എല്ലാ വീഡിയോസും ആദ്യം തന്നെ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.